ഹായ് ഹലോ മക്കൾസ്. അപ്പോ നമ്മൾ ഇന്ന് 6ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ചാപ്റ്റർ 9 ലൈൻസ് ആൻഡ് ആംഗിൾസ്, വരകളും കോണുകളും എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ ഇതിനകത്ത് പകുതി പോർഷനെ നമ്മളുടെ ക്രിസ്മസ് എക്സാമിന് വരുന്നുള്ളൂ. എന്നാലും നമ്മൾ ഇന്ന് മുഴുവനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാം. ഓക്കെ ആണല്ലോ? അപ്പോ ലൈൻസ് ആൻഡ് ആംഗിൾസ് പേര് പോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറ്റുന്നുണ്ട്. കുറച്ച് ലൈൻസ്, അതേപോലെ തന്നെ കുറച്ച് ആംഗിൾസ് എങ്ങനെ ഫോം ചെയ്യുന്നു, ഇത്രയൊക്കെ ഇതിനകത്ത് പഠിക്കാനുള്ളൂ. എളുപ്പമാണ്. ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം തന്നെ ഇത് ഇവിടെ നോക്കിക്കേ, 2 വരകൾ ചേർന്ന് ഒരു കോൺ ഉണ്ടായിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് ഇവിടെ ആയിട്ടാണ് നമ്മൾ ആംഗിൾ എപ്പോഴും മാർക്ക് ചെയ്യുന്നത് അല്ലെ. ഇവിടെ ആയിട്ടാണ് നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്യുന്നത്. ആംഗിൾസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളിന്റെ പേരെന്താണ്? പ്രൊട്രാക്ടർ. അപ്പൊ എല്ലാവരുടെയും പ്രൊട്രാക്ടർ ഒക്കെ ഉണ്ടാവണം. വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് തന്നെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എഴുതിയും അതേപോലെ തന്നെ വരച്ചും പോണം കേട്ടോ. ശരി, അപ്പോ പ്രൊട്രാക്ടർ എന്ന് വിളിക്കും. അതേപോലെ തന്നെ മലയാളത്തിൽ കോൺ മാപ്പിനി എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് കേട്ടോ. ശരി, ഇനി അടുത്തയിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഡിഫറെന്റ് ടൈപ്സിലെ കോൺ കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ. അതേ ഓറഞ്ച് കളറിലെ ആള് കറങ്ങി തിരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പച്ച കളറിലെയും വന്നിട്ടുണ്ട്. അപ്പൊ 3 കളേഴ്സിലായിട്ട് 3 ഡിഫറെന്റ് ആംഗിൾസ് ആണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇത് നോക്കിക്കേ, ഇതൊരു ചെറിയ ആംഗിൾ ആണ്. നമ്മുടെ മഞ്ഞ കളറിലെ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇത്തിരി ചെറുതാണ് അല്ലെ. കുഞ്ഞനാണ് ആള്. 90 ഡിഗ്രിയെക്കാട്ടിലും ചെറുതായിട്ടാണ് ആള് വന്നിരിക്കുന്നത് അല്ലെ. ലെസ് ദാൻ 90 ഡിഗ്രി ആണ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലെ ആളെ. ഇനി അടുത്തത് ഓറഞ്ച് കളറിലെ ആളാണെങ്കിലോ കറക്റ്റ് 90 ഡിഗ്രി. ദിസ് ഈസ് എ റൈറ്റ് ആംഗിൾ. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? റൈറ്റ് ആംഗിൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. അതായത് റൈറ്റ് ആംഗിൾ, മട്ട ത്രികോണം എന്ന് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ മട്ടകോൺ എന്ന് വിളിക്കാം. 90 ഡിഗ്രി ആയിരിക്കും ഇതിന്റെ മെഷർമെന്റ്. ഇനി അടുത്തയിലേക്ക് കിടക്കുമ്പോൾ ലെസ് ദാൻ 90 ഡിഗ്രി പറഞ്ഞു, റൈറ്റ് ആംഗിൾ കറക്റ്റ് 90 ഡിഗ്രി പറഞ്ഞു. അടുത്തതെന്ന് പറഞ്ഞാൽ മോർ ദാൻ 90 ഡിഗ്രി ആണ്. എന്താണ്? 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ് ഇവിടുത്തെ മെഷർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ 3 രീതിയിലുള്ള ഡിഫറെന്റ് ആംഗിൾസിനെ പരിചയപ്പെട്ടു. ക്ലിയർ? ഇനി നമ്മൾ അടുത്തയിലേക്ക് കിടക്കുവാണ്. ശ്രദ്ധിച്ചോളൂ, ദേ ഇവിടെ 2 വരകൾ കൂടി ചേർന്നു അല്ലെ. ഒരു ബ്ലൂ കളറിലെ ലൈൻ ഉണ്ടായിരുന്നു, അതിനെ കട്ട് ചെയ്തുകൊണ്ട് ആര് വന്നു? ഒരു പച്ച കളറിലെ, ഒരു ഗ്രീൻ കളറിലെ മറ്റൊരു വര കൂടി വന്നു അല്ലെ. അപ്പൊ ഇവിടെ ആക്ച്വലി എത്ര കോണുകൾ ഉണ്ടായി എന്നൊന്ന് നോക്കിക്കേടാ. എത്ര കോണുകളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്? ദേ ഇവിടെ ഒരു കോൺ 1, ഇവിടെ ഒരു കോൺ ഉണ്ട്, പിന്നീട് അപ്പുറത്തൊരു കോണും കൂടി വന്നല്ലോ. 2, 1 and 2, 2 കോണുകളാണ് നമുക്ക് ഇവിടെ ഫോം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതേപോലെ 2 വരകൾ കട്ട് ചെയ്താൽ എപ്പോഴും നമുക്ക് 2 കോണുകൾ കാണാനായിട്ട് സാധിക്കും. ദേ ഇവിടെ താഴത്തോട്ട് നോക്കുമ്പോഴാണെങ്കിലും ഇവിടെയും നോക്കിക്കോളൂ, ദേ 1 ഒരു കോൺ ഇവിടെ കിട്ടി, അതേപോലെ തന്നെ എന്താ അപ്പുറത്ത് മറ്റൊരു കോണും കൂടി കിട്ടിയിട്ടുണ്ട് അല്ലെ. അങ്ങനെ 2 കോണുകൾ നമുക്ക് ഇവിടെയും കിട്ടി. അപ്പൊ മനസ്സിലാക്കാം, 2 വരകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അവർക്കിടയിൽ 2 കോണുകൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറമാണ് മക്കളെ. എന്താണെന്ന് നോക്കിക്കോളൂ. The sum of the 2 angles made when 2 lines meet is 180 degree. 2 വരകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അവക്കിടയിൽ ഉണ്ടാകുന്ന കോണുകളുടെ ആകെ തുക എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കൂടാ? 180 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തെ ഫുൾ ക്വസ്റ്റ്യൻസും ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ സിമ്പിൾ അല്ലേ കാര്യങ്ങള്? യെസ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ശ്രദ്ധിച്ചു നോക്കി. ഇൻ ദ പിക്ചർ ബിലോ ഹൗ മച്ച് ഈസ് ദ ആംഗിൾ ഓൺ ദി ലെഫ്റ്റ്? അതായത് ഇവിടെ 3 കോണുകൾ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് 2 കോണുകൾ ഓൾറെഡി തന്നിട്ടുണ്ട്, 60 ഡിഗ്രി 20 ഡിഗ്രി വെച്ചിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തത് എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അപ്പോ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഓൾറെഡി 60യും 20യും ഉണ്ട്. ഇതിന്റെ മൊത്തം സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് നമ്മൾ ദിപ്പ പഠിച്ചു കഴിഞ്ഞുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലെ കോണിന് നമുക്കൊരു പേര് കൊടുക്കാം അല്ലെ. ഞാൻ എക്സ് എന്ന് പേര് കൊടുക്കുന്നു. എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്താണ് മാർഗം? മൊത്തത്തിലെ 180 ഡിഗ്രിയിൽ നിന്നും നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള 60 ഡിഗ്രിയും 20 ഡിഗ്രിയും തമ്മിൽ കൂട്ടിയാൽ പോരെ, കിട്ടത്തില്ലേ? യെസ്, അതാണ് നമ്മുടെ പരിപാടി. അപ്പൊ 180 ഡിഗ്രിയിൽ നിന്നും 60 + 20 80 ഡിഗ്രി കുറച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടൂടാ? 180 - 80 എത്രയാണ് ആൻസർ? അത് തന്നെ 100 ഡിഗ്രിയാണ് നമ്മളുടെ ആൻസർ വരേണ്ടത്. എല്ലാവരും അടിപൊളിയായിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്തല്ലോ. ഉഷാറായിട്ട് തന്നെ എല്ലാവരും ഉത്തരം ശരിയായില്ലേ? ഓക്കെ, അടിപൊളി, സൂപ്പർ. 100 ഡിഗ്രിയാണ് നമ്മളുടെ ആൻസർ വരേണ്ടത്. അപ്പൊ എത്രയാണ് നമ്മളുടെ ലെഫ്റ്റ് സൈഡിലെ ആംഗിൾ എന്ന് പറയുന്നത്? 100 ഡിഗ്രി. സംഭവം സിമ്പിൾ അല്ലേ? അടിപൊളിയായിട്ട് തന്നെ നമുക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് എന്ന് പറയുമ്പോൾ ഒരു സ്കെയിലും തന്നിട്ടുണ്ട്, പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ
ഇൻസ്ട്രുമെന്റ് ബോക്സിൽ 2 ആൾക്കാർ അല്ലേ, 2 സെറ്റ് സ്ക്വയേഴ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ്? 2 സെറ്റ് സ്ക്വയേഴ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് ചെയ്യണം എന്നാണെങ്കിൽ നമ്മുടെ സെറ്റ് സ്ക്വയേഴ്സിന്റെ അളവ് നമ്മളൊന്ന് പഠിക്കണം. എന്താണ്? ഈ സെറ്റ് സ്ക്വയേഴ്സിന്റെ ഓരോന്നിന്റെയും ആംഗിൾസ് എത്ര വീതമാണ് എന്നുള്ള കാര്യം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ശ്രദ്ധിച്ചേടാ, 1 2 3 3 കോണുകളല്ലേ ഉള്ളത്. ഇവിടെയും 1 2 3 ഇവിടെയുണ്ട് 3 കോണുകൾ. അപ്പൊ ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് അളവ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക? കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്ന അളവ് ഏതാന്ന് നോക്കിക്കേടാ. യെസ്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇൻ ദ പിക്ചർ ബിലോ വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ദി മെഷർ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ലൈൻസ്. ഈ 2 വരകൾ, 2 ബ്ലൂ ലൈൻസ് കണ്ടോടാ. ഞാൻ അതിനെ മറ്റൊരു കളർ വെച്ചിട്ട് കൊടുക്കാം. ദേ നമ്മളിവിടെ എന്താക്കിയതിനെ മഞ്ഞ കളറാക്കി. ഈ 2 മഞ്ഞ വരകൾക്കിടയിലുള്ള ഈ ഒരു കോൺ, അതിന് ഞാൻ മറ്റൊരു കളർ കൂടി കൊടുക്കാം. യെസ്, പച്ച കളർ കൊടുത്ത് അവനെ കളറാക്കി. നോക്കി, ഈ പച്ച ആംഗിൾ എത്ര ഡിഗ്രിയാന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു കാര്യം അറിയാമല്ലോ, ഇത് മൊത്തത്തിൽ 180 ഡിഗ്രിയാണ്. അത് മൊത്തത്തിൽ 180 ഡിഗ്രിയാണ്. 2 സെറ്റ് സ്ക്വയേഴ്സിന്റെയും അളവുകൾ നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും അറിയാമെങ്കിൽ നമ്മളുടെ നടുക്ക് കിടക്കുന്ന പച്ച കളറിലെ കോൺ കണ്ടുപിടിച്ചൂടെ? എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? യെസ്, എളുപ്പത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നിന്റെയും അളവ് എഴുതാം. റെഡി അല്ലേ എല്ലാവരും? യെസ്. അപ്പൊ നമ്മളുടെ ലെഫ്റ്റ് സൈഡിലെ സെറ്റ് സ്ക്വയറിന്റെ അളവ് ഞാൻ അതിന്റെ അടുത്ത് തന്നെ എഴുതുവാണേ. 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി. സെറ്റ് സ്ക്വയറിന്റെ സം ഓഫ് ദി ആംഗിൾസ് എല്ലായ്പ്പോഴും 180 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ ഇവിടെ 45, ഇവിടെ 45, മുകളിൽ 90. 2 കോണുകൾ തുല്യമായിട്ട് വരുന്ന ഒരു ഐസോസിലസ് ട്രയാംഗിൾ പോലെയാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ ഇത് 60 ഡിഗ്രി, ഇത് 30 ഡിഗ്രി, ഇവിടെ വരുന്നത് 90 ഡിഗ്രി ആണ്. എത്രയാണ്? 90 ഡിഗ്രി. അങ്ങനെയാണ് നമ്മളുടെ വലിയ നീളം കൂടിയ സെറ്റ് സ്ക്വയറിന്റെ അളവുകൾ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ 45 എന്നും 60 എന്നും പറഞ്ഞ് 2 അളവുകൾ കിട്ടി അല്ലേ. ഇനി പച്ച കളറിൽ കണ്ടുപിടിക്കാലോ. പച്ച കളറിന് നമുക്ക് എന്ത് പേര് കൊടുക്കാം? നമുക്ക് ഇവിടെ നേരത്തെ എക്സ് കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് ഇവിടെ വൈ എന്ന് കൊടുക്കാം അല്ലെ. അപ്പൊ വൈ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 180 ഡിഗ്രിയിൽ നിന്നും നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള 45ഉം അതേപോലെ തന്നെ അപ്പുറത്തെ 60 ഡിഗ്രിയും കൂടി കൂട്ടിയിട്ട് കുറച്ചാ പോരെ? എളുപ്പല്ലേ? യെസ്. അപ്പൊ 180 മൈനസ് 45ഉം അതേപോലെ തന്നെ 60ഉം ആണ്. അപ്പൊ 5 10 105 ഡിഗ്രി അല്ലെ. അപ്പൊ ആൻസർ എത്ര കിട്ടൂടാ? 75 ഡിഗ്രിയാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്? ആൻസർ. നമ്മളുടെ വൈന്റെ ആൻസർ നമുക്ക് എത്രയാണ് അപ്പൊ കിട്ടിയത്? 75 ഡിഗ്രിയാണ് നമ്മളുടെ ആൻസർ. എളുപ്പമല്ലേടാ? അപ്പൊ ഇതേപോലെ സെറ്റ് സ്ക്വയേഴ്സിന്റെ അളവൊന്ന് പഠിച്ചു വെക്കണം, എന്നാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇങ്ങനെ അളവ് തന്നിട്ടില്ല അല്ലെ, ഈ ക്വസ്റ്റിന് അളവ് തന്നിട്ടില്ല, നമുക്ക് അറിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഈക്വൽ ആയിട്ടിരിക്കുന്ന സെറ്റ് സ്ക്വയേഴ്സ് 45 45 90 ആണെന്ന് മനസ്സിലാക്കാം. മറ്റോടത്താണെങ്കിൽ 30 60 90 ആ ഒരു അളവിലാണ് പോകുന്നതെന്ന് അറിഞ്ഞിരിക്കണോട്ടെ എന്റെ മക്കള്. എന്നാലേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റിലേക്ക് കടന്നാലോ നമുക്ക് എന്നാ? യെസ്, നമ്മുടെ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റിലേക്ക് നമ്മൾ കടക്കുവാണ്. ഇത് ഒന്ന് സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. ശ്രദ്ധിച്ചേ. ഓഫ് ദി 2 ആംഗിൾസ് മീറ്റ് when 2 lines meet, one angle is double the other. What are the measures of the 2 angles? എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിനകത്ത് ആംഗിൾസ് തന്നിട്ടില്ല. നമ്മൾ സ്വയം ഈ സെന്റൻസിൽ നിന്നും ഇക്വേഷൻ ഉണ്ടാക്കി ആൻസറിലേക്ക് എത്തണം. ശ്രദ്ധിച്ചേ. 2 വരകൾ കൂട്ടിമുട്ടി. നമുക്ക് 2 വരകളെ തമ്മിൽ കൂട്ടിമുട്ടിക്കാം. 2 വരകൾ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ഉണ്ടാകുന്ന കോണുകളിൽ ഒരു കോൺ മറ്റേ കോണിന്റെ 2 മടങ്ങാണ്. അതായത് ഒരു കോൺ, ഇവിടെ 2 കോണുകളുണ്ട് അല്ലെ, നമുക്കത് കൊടുക്കാലോ. ഇവിടെ മഞ്ഞ കളറിൽ ഒരു കോണുണ്ട്, ഇവിടെ പച്ച കളറിൽ ഒരു കോണുണ്ട്. ഇതിനകത്ത് ചെറുത് ഏതാ? പച്ചയാണ് ചെറുത് അല്ലെ. അപ്പൊ ഞാൻ അതിന് ചെറുതെന്ന് കൊടുക്കുവാണേ, മറ്റത് വലുത്. അപ്പൊ ഞാൻ അതിന് വലുതെന്ന് കൊടുക്കുവാണ്. മനസ്സിലാകാൻ വേണ്ടി ചുമ്മാ കൊടുത്തട്ടോ. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നു one angle is double the other. അതായത് വലുത് എന്ന് പറഞ്ഞ മഞ്ഞ കളറിലേക്ക് കൊടുത്തിരിക്കുന്നില്ലേ, അവൻ മറ്റേ കോണിനേക്കാൾ ഇരട്ടിയാണ്. പച്ചയേക്കാൾ ഇരട്ടി വലിപ്പം ആർക്കുണ്ട്? മഞ്ഞക്കുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പച്ചയ്ക്ക് എക്സ് എന്ന് പേര് കൊടുത്താൽ, ശ്രദ്ധിക്കണോട്ടോ, പച്ചയ്ക്ക് ഞാൻ എക്സ് എന്ന് പേര് കൊടുത്താൽ നമ്മുടെ മഞ്ഞയ്ക്ക് എത്രയാണ്? എക്സ് ഇൻറ്റു 2. ഏതൊരു സംഖ്യയുടെയും ഇരട്ടി ഡബിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാ? ഇൻറ്റു 2 ചെയ്താൽ മതി അല്ലേ. അപ്പൊ നമുക്ക് 2x എന്ന് കിട്ടും. അപ്പൊ ചെറുത് x ആണെങ്കിൽ വലുതെന്ന് പറയുന്നത് എത്രയായിരിക്കണോടാ? 2x ആയിരിക്കണം. ഇനി നമ്മൾ പഠിച്ച ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തേ. 2xും xും കൂടി കൂട്ടിയാൽ, അല്ലെങ്കിൽ ഈ മൊത്തം സം ഓഫ് ദി ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആകുന്നു. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമ്മളുടെ xും 2xും തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാം. x plus 2x is equal to 180 ഡിഗ്രി. ഓക്കെ ആണല്ലോ. എക്സും 2xും ഓൾറെഡി ഒരു എക്സ് ഉണ്ട്, നമ്മളോടൊപ്പം വീണ്ടും 2 എക്സുകൾ കൂടി വന്നു. അപ്പൊ മൊത്തത്തിൽ ഇപ്പൊ എത്ര എക്സ് ആയിടാ? 3x ആയിട്ടാ. തെറ്റിക്കരുത് കേട്ടോ ഇതൊന്നും.
3x is equal to 180 degree. ധൃതി ഒന്നും പിടിക്കേണ്ട, പതുക്കെ ചെയ്താൽ മതി. ഓക്കെ, 3 into x എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 3 into x അറിയില്ലാത്തൊരു കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ എഴുതിക്കോ. 3 into x. ഇതിൽ നിന്നും x ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കൂടാ? Therefore x is equal to നമ്മളുടെ into 3 അപ്പുറത്തേക്ക് പോകുമ്പോ എന്താവൂടാ? ഡിവിഷൻ ആയി മാറുന്നു. അതായത് 180 degree divided by 3. 18/3 ചെയ്താൽ മതി. എത്രയാണ്? 6 ആണ് വരുന്നത് അല്ലേ? അതിനോടുകൂടെ ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ ഇത് എത്രയായി? 60 ഡിഗ്രി ആയി മാറും. അതായത് എക്സിന്റെ വാല്യൂ 60 ഡിഗ്രിയാ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തുവാ? വാട്ട് ആർ ദി മെഷേഴ്സ് ഓഫ് ദി ടു ആംഗിൾസ്? അപ്പൊ എക്സിന്റെ വാല്യൂ 60 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പറയണം എക്സ് എത്രയാണ്, അതേപോലെ തന്നെ 2x എത്രയാണ് എന്നുള്ളതൊന്ന് കമന്റ് ബോക്സിൽ പറയാമോ? എക്സ് എത്രയാണ്? നമ്മൾ ഓൾറെഡി 60 ഡിഗ്രി കിട്ടി അല്ലെ? എക്സ് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ വലിയ ആംഗിൾ ആയിട്ടുള്ള 2x എത്രയാണ് എന്നുള്ളത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. 2xന്റെ ആൻസർ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങൾ തന്നെ സ്വയം കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. നമുക്ക് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. The picture below show various pairs of intersecting lines. One of the 4 angles thus made is given in each picture. Calculate the other 3 angles and mark them in each picture. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ 3 പിക്ചറിലും ഓരോ കോൺ വീതം തന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു 35 ഡിഗ്രി ഉണ്ട്, അടുത്തയിലാണെങ്കിൽ ഒരു 110 ഡിഗ്രി ഉണ്ട്, അടുത്തയിലാണെങ്കിൽ ഒന്നും തന്നിട്ടില്ല. പക്ഷെ അവിടെ ഒരു കുഞ്ഞു പെട്ടി ഉണ്ടല്ലോ. ആ പെട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ 90 ഡിഗ്രിയുടെ പെട്ടിയാണത്. ഓക്കെ, 90 ഡിഗ്രി വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കുഞ്ഞു പെട്ടി വരച്ചല്ലേ അതിനെ റെപ്രസെന്റ് ചെയ്ത്. അപ്പൊ എപ്പോഴും 90 ഡിഗ്രി അങ്ങനെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക കേട്ടോ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാലോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 4 കോണുകളാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെ? 1 2 ഞാൻ എഴുതാം. 1 2 3 4 4 കോണുകളില്ലേടാ? 4 കോണുകൾ വന്നിട്ടുണ്ട് അല്ലെ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 കുഞ്ഞിക്കോണുകളും, ശ്രദ്ധിച്ചേടാ, 2 കുഞ്ഞിക്കോണുകളും 2 വലിയ കോണുകളുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ശരിയല്ലേ? 2 എണ്ണം എന്താണ്? വലുതാണ്. 2 എണ്ണം എന്താണ്? ചെറുതാണ്. എപ്പോഴും അങ്ങനെയായിരിക്കും കേട്ടോ. 4 കോണുകൾ വരുമ്പോൾ എപ്പോഴും 2 എണ്ണം ചെറുതും 2 എണ്ണം വലുതുമായിട്ടായിരിക്കും നമുക്ക് വരുന്നത്. ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ചെറിയ 2 കോണുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പുറത്ത് 35 ആണെങ്കിൽ താഴത്ത് എത്ര തന്നെയായിരിക്കും? 35 തന്നെ ആയിരിക്കും. ഓക്കെ, ഇവിടെയും എത്ര തന്നെയായിരിക്കും? 35 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വലിയ 2 കോണുകൾ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കാം? അതിന് നമ്മൾ മുന്നേ പഠിച്ച വളരെ ബേസിക് ആയിട്ടുള്ള ഒരു തിയറം നമ്മൾ പറഞ്ഞില്ലേ? 2 കോണുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ 180 ഡിഗ്രി കിട്ടണം. ഓൾറെഡി ഇവിടെ 35 ഡിഗ്രി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വൈറ്റ് സൈഡിൽ വരേണ്ടത് എത്രയായിരിക്കും? വൈറ്റ് ആംഗിൾ എത്രയായിരിക്കും? 180ൽ നിന്ന് നമ്മൾ 35 കുറച്ചാൽ പോരെ? ഓൾറെഡി ഇവിടെ എത്രയാണ്? 35 ഉണ്ട്. ഇത് മൊത്തത്തിൽ 180 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ചൂടെ? യെസ്. അപ്പൊ 180ൽ നിന്ന് 30 കുറയ്ക്കുക. അപ്പൊ 150 കിട്ടും. 145 ആണ് നമ്മളുടെ ആൻസർ കിട്ടുന്നത്. ഓക്കെ ആണോ? സോ 145 ഒരു സ്ഥലത്ത് കണ്ടുപിടിച്ചാൽ മതി. ഓപ്പോസിറ്റ് ആംഗിൾ ഇവിടെ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെയും 145 ആയിരിക്കും. ഇനി നിങ്ങൾ എവിടെ നിന്ന് കൂട്ടി നോക്കിയാലും 2 ആംഗിൾസ് കൂട്ടുമ്പോൾ അടുത്തടുത്ത് കിടക്കുന്നവർ തമ്മിൽ എപ്പോഴും എത്ര ഡിഗ്രി വരും? 180 ഡിഗ്രി വരും. അതാണ് അവിടുത്തെ ടെക്നിക്ക്. പിടികിട്ടിയോ? ഇതേ രീതിയിൽ തന്നെ നമ്മുടെ അടുത്തതും അതിന്റെ അപ്പുറം കിടക്കുന്നതും ചെയ്യാം നമുക്ക് എന്നാ. ഓക്കെ, അപ്പൊ നമ്മുടെ 110ന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആളെ നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാലോ. യെസ്, അവനും എന്ത് തന്നെയാണോ? 110 തന്നെയാണ്. ഇനി അടുത്ത ആളെ നമുക്ക് നോക്കണ്ടേടോ. യെസ്, അടുത്ത ആളെ നോക്കാം. നമുക്ക് മറ്റൊരു കളർ എടുക്കാം. യെസ്, പച്ച കളർ എടുക്കാം. ആ പച്ച കളറിലെ 2 കുഞ്ഞു കോണുകൾ എത്രയായിരിക്കും? മൊത്തത്തിൽ 180. ഓൾറെഡി 110 ഉണ്ട്. 180 110 കുറച്ചാൽ എത്രയായിരിക്കും? 70 ഡിഗ്രിയാണ് നമുക്ക് വരണ്ടേ അല്ലെ? സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. 70 ഡിഗ്രി. ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഈക്വൽ ആയിരിക്കും. വീണ്ടും നമ്മൾ കുറച്ച് നോക്കണം എന്നൊന്നുമില്ല. ഓക്കെ, ഇനി 90 ഡിഗ്രി വരുമ്പോൾ അതിലും എളുപ്പം. കാരണം 90യുടെ ഇരട്ടിയാണ് 180 എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇവിടെ 90 ആണെങ്കിൽ ഇവിടെ 90, ഇവിടെ 90, ഇവിടെ 90, മൊത്തത്തിൽ 90 വരും അല്ലെ? അപ്പൊ നമുക്ക് എല്ലായിടത്തും ഒരു പെട്ടി അങ്ങോട്ട് വരച്ചവനെ ഫിനിഷ് ചെയ്ത് വെക്കാം. 90 ഡിഗ്രി എന്ന് എഴുതുകയും ചെയ്യാം കേട്ടോ. നമുക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാനായിട്ട് നമുക്ക് എഴുതുകയും ചെയ്യാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഇനി അതിനുശേഷം നമ്മളുടെ അടുത്തതിലേക്ക് നമ്മൾ കടക്കുവാണേ. നോക്കാം, ഇവിടെ നമ്മൾ 4 കോണുകൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് 2 വരകൾ കൂടി ചേർന്ന് നമുക്ക് 4 കോണുകൾ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് അതിന് എന്ത് ചെയ്യാം? കളർ കൊടുക്കാം. 2 മഞ്ഞ കളറിലെ ആംഗിൾസും അതേപോലത്തെ 2 പച്ച കളറിലെ ആംഗിൾസും നമുക്ക് കിട്ടി. ഓക്കെ, ഇതിനകത്ത് നമ്മൾ നോക്കാൻ പോവാണ്. 1 angle is 2 times of another. Calculate all the 4 angles എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 4 കോണിൽ ഒരു കോൺ മറ്റേ കോണിന്റെ പകുതിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതാണ് ഒരു കോൺ മറ്റേ കോണിന്റെ പകുതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 കോണുകൾ നമ്മളോട് എന്താണ് കണക്കാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്നാ. യെസ്,
one angle is 2 times of another. അപ്പൊ ഞാൻ അതൊന്ന് അണ്ടർലൈൻ ചെയ്യുന്നു. നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് ഒരു ആംഗിൾ മറ്റേതിന്റെ രണ്ടിരട്ടിയാന്ന് പറയുന്നുണ്ട് അല്ലെ. അതായത് ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ മറ്റേ കോണിന്റെ രണ്ടിരട്ടിയാണ് എന്ന് പറയുമ്പോൾ വലുതായിരിക്കും ഇരട്ടിയായിട്ട് വരുന്നത്. അതായത് വലുതായിരിക്കും എന്താണ് 2a അല്ലെങ്കിൽ ഇരട്ടി വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് വലിയ കോണായിരിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ a എന്ന് കൊടുത്താൽ ഇവൻ എന്തായിരിക്കും 2a ആയിരിക്കും. പിടികിട്ടുന്നുണ്ടോ? ഇവൻ a ആണെങ്കിൽ മറ്റൊരുവൻ 2a ആയിരിക്കണം. അതായത് ചെറുതിന്റെ ഇരട്ടിയാണ് വലിയ കോൺ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിടികിട്ടുന്നുണ്ടോ? ഇനി നമുക്ക് നോക്കാലോ. 2aയും aയും നമ്മൾ കുറച്ചു മുന്നേ ചെയ്തതാണ്. 3a എന്ന് പറയുമ്പോൾ ഇവിടെ 180 ഡിഗ്രി ആണ് വരുന്നത്. അതായത് aന്റെ വാല്യൂ 180/3 കിട്ടുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി വരും അല്ലെ. ഇനി അങ്ങനെയാണെങ്കിൽ 4 കോണും കണ്ടുപിടിക്കാലോ. അപ്പൊ a നമുക്ക് കിട്ടി എത്രയാണ്? 60 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ 2a എത്രയായിരിക്കും? 2 into 60 that is equal to 120 ഡിഗ്രി കിട്ടും അല്ലെ. ഇനി ഓപ്പോസിറ്റ് ആംഗിൾസ് ക്ലിയർ ചെയ്താൽ മതി അല്ലെ. ഇവിടെ 60 ആണെങ്കിൽ ഓപ്പോസിറ്റും 60. അപ്പൊ ഇവിടെ 60 കിട്ടി. ഇവിടെ 120 ആണെങ്കിൽ ഓപ്പോസിറ്റും 120. പിടി കിട്ടിയല്ലോ. അങ്ങനെ നമ്മുടെ 4 ആംഗിൾസ് എന്ന് പറയുന്നത് 60, 60, 120, 120. 4 കോണുകൾ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ. അപ്പൊ ഇങ്ങനെയും എന്ത് ചെയ്യാം? എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് പാരലൽ ലൈൻസിനെ പറ്റിയാണ്. എന്താണ് പാരലൽ ലൈൻസ്? എന്താണ് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ സമാന്തര വരകൾ എന്ന് നമ്മൾ എന്തിൽ പറയും? മലയാളത്തിൽ പറയുന്ന ആള്. 2 വരകൾ നേരെ ഇങ്ങനെ പോയിരിക്കുവാണ് അല്ലെ. ഇവർക്കിടയിലുള്ള ദൂരം എല്ലായ്പ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഇതൊരു 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് ഏത് അറ്റത്തെത്തിയാലും ഇവന്മാരുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ തന്നെയായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്താ? ഇവന്മാർ ഒരിക്കലും തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. എന്താണ്? പാരലൽ ലൈൻസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ എന്നാ പറയുന്നത് അല്ലെ. ഒരിക്കലും തമ്മിൽ ഇവന്മാർ കൂട്ടിമുട്ടത്തില്ല. ഓക്കെ. അപ്പൊ അത്തരം ലൈൻസ് ആണ് നമ്മൾ പാരലൽ ലൈൻസ് ആയിട്ട് പഠിച്ചിട്ടുള്ളത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാരലൽ ലൈൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിൽ കിടക്കുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോളൂ. നമ്മളുടെ 144ാമത്തെ പേജിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുന്നത്. Find the pairs of parallel lines in the picture below and write them down. ചുവടെയുള്ള ചിത്രത്തിലെ വരകളിൽ സമാന്തരമായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചെഴുതാൻ. അതായത് PA എന്ന് പറയുന്ന ഒരു വര ആദ്യം തന്നിട്ടുണ്ട് അല്ലെ. ഈ PAക്ക് സമാന്തരമായിട്ടൊരു വര ഇതിന്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്. അത് ഏതാന്ന് കണ്ടുപിടിക്കണം. അതായത് PA is parallel to ഏതോ ഒരു വരയോട് ഇവര് എന്താണ്? പാരലൽ ആണ്. അത് നമുക്ക് നോക്കാം. ഇതേ രീതിയിൽ തന്നെ, അതായത് ഇതേ അളവിൽ തന്നെ ഇവൻ ഇങ്ങനെ പോകണം. അതായത് ഇവന്റെ പാരലൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇവന്റെ അതേ ഷേപ്പിൽ തന്നെ നേരെ ഇങ്ങനെ പോയിട്ടുണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു BQ വന്നു, BQ പറ്റത്തില്ല. പിന്നെ വീണ്ടും പോകുന്നു, RC വന്നു, RC പറ്റത്തില്ല. വീണ്ടും പോകുന്നു. ഇവിടെ എല്ലാവരും ക്രോസ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ മാച്ച് ചെയ്യുന്ന ഒരാളെ നമുക്ക് അവസാനം കിട്ടും അല്ലെ. ഇവനോട് മാച്ച് ചെയ്യുന്ന ഒരാളെ നമുക്ക് അവസാനം കണ്ടു കിട്ടുന്നുണ്ട്. ആരാണത്? UF അല്ലെ. അപ്പൊ PA പാരലലിന്റെ ചിഹ്നമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. PA is parallel to ആരാണെന്ന് പറയാം? UF അല്ലെങ്കിൽ FU. എങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് 2 ആൾക്കാരെ കിട്ടിയല്ലോ. അവന്മാരെ നമ്മൾ ടിക്ക് ചെയ്തു മാറ്റി വെച്ചു. ഓക്കെ. ഇനി അടുത്ത ആരാണ്? QB ആണ് അല്ലെ. QB കാണുമ്പോൾ തന്നെ നമുക്കറിയാം RC വരുമോ? ഇല്ല. RC നേരെയുള്ള ഒരു ആംഗിളാ, റൈറ്റ് ആംഗിൾ ആണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലെ. എന്തായാലും ക്യൂബിക്ക് പാരലൽ ആയിട്ട് ഇവിടെ വരാൻ ആരേ ഉള്ളൂ? ഇവിടെ SD മാത്രമേ നമ്മുടെ ക്യൂബിക്ക് കൂട്ടുള്ളൂ അല്ലെ. അപ്പൊ QB ഈസ് പാരലൽ ടു ആരാണ്? SD എന്ന് നമുക്ക് എഴുതാലോ. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി നേരെ നിൽക്കുന്ന 2 ആൾക്കാരെ ഇവിടെ ഉള്ളൂ. ആരാണ് അവന്മാര്? RCയും അതേപോലെ തന്നെ TEയും. എളുപ്പല്ലേടാ? യെസ്. അപ്പൊ നമുക്ക് RC ഈസ് പാരലൽ ടു TE എന്ന് എഴുതാൻ പറ്റില്ലേ? അങ്ങനെ നമ്മുടെ 3 പെയേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വന്നാൽ ഉഷാറായിട്ട് എഴുതാൻ പറ്റണം. ജസ്റ്റ് നോക്കി എഴുതിയാൽ മതി. ഓക്കെ. ചുമ്മാ ഇങ്ങനെ നോക്കി എഴുതിയാൽ മാത്രം മതി കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ പാരലൽ ലൈൻസിന്റെ എന്താണ്? സം ഓഫ് ദി ആംഗിൾസ്, അഡ്ജസന്റ് ആംഗിൾസിന്റെ സം, അടുത്തടുത്ത് കിടക്കുന്ന ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ശ്രദ്ധിച്ചേ. PAയും UFഉം. PAയുടെ ഒരു ആംഗിൾ 110 അല്ലേ. UFനാണെങ്കിലോ 70 ഡിഗ്രി. 110ഉം 70ഉം കൂടി കൂട്ടിയാൽ 180 കിട്ടും. കറക്റ്റ് അല്ലേ? ഇനി അടുത്ത് QBയും SDയും എടുക്കാം. QBയുടെ ആംഗിൾ എത്രയാ? 80 ആണ്. SDയുടെ ആംഗിൾ നോക്ക് 100 ആണ്. 100ഉം 80ഉം കൂടി കൂട്ടിയാൽ 180 കിട്ടും. അവിടെയും അത് കറക്റ്റ് ആയിട്ട് വന്നല്ലേ. ഇനി അടുത്ത ആൾക്കാരെ പറയേ വേണ്ട. കാരണം ഇവന്മാർ 2 90 ഡിഗ്രിയാ. 90 + 90 എന്തായാലും 180 ഡിഗ്രി കിട്ടും. ഓക്കെ ആണല്ലോ പറഞ്ഞ കാര്യം. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വച്ചോളൂ. ഇനി നമുക്ക് പറയാനുള്ളത് പാരലലോഗ്രാമിനെ പറ്റിയും ക്വാഡ്രിലാറ്ററിനെ പറ്റിയുമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്വാഡ്രിലാറ്ററിന്റെ കാര്യം ഞാനൊന്ന് എഴുതാം. ഓക്കെ. ചതുർഭുജങ്ങളെ പറ്റി നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. അപ്പൊ മക്കൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ ചതുർഭുജങ്ങൾ അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് അറിയാമോ? യെസ്, ചതുർഭുജം. നമുക്ക് നോക്കിയാലോ. 4 വശങ്ങളുള്ള
4 വശങ്ങളുള്ള ഒരു ഫിഗർ നമ്മൾ കണ്ടു. ഓക്കെ, അതെന്തായിരിക്കും? നമ്മളിപ്പോ ഒരു ടി വി കാണും. ടിവിക്ക് എന്ത് ഷേപ്പാണ്? 4 വശമുള്ള ഒരു ഷേപ്പാണ് അല്ലെ, ഏകദേശം ഒരു റെക്ടാംഗിൾ ഷേപ്പിലാണ് നമ്മുടെ വീട്ടിലെല്ലാം ടി വി ഇരിക്കുന്നത് അല്ലെ. അതെന്താണ്? ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. റെക്ടാംഗിൾ എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ഇല്ലാത്ത ഏതൊരു 4 വശമുള്ള ഒരു സംഗതി കണ്ടാൽ അത് എന്താടാ? അതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്. ഇത് ക്വാഡ്രിലാറ്ററൽ ആണ്, ഇത് ക്വാഡ്രിലാറ്ററൽ ആണ്. സ്ക്വയർ, അതേപോലെ തന്നെ നമ്മുടെ റോംബസ് എല്ലാം നമുക്ക് എന്താണ്? ക്വാഡ്രിലാറ്ററിന്റെ കൂട്ടത്തിൽ കൂട്ടാനായിട്ട് പറ്റും. നമുക്ക് പഠിക്കാനുള്ള ചതുർഭുജം അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ പാരലലോഗ്രാമിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഇവരെല്ലാവരെയും ഒന്ന് ജസ്റ്റ് വായിക്കാം. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള ആള് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന നമ്മുടെ ആള് പാരലലോഗ്രാം. ആരാണ്? സാമാന്തരികം എന്നാണ് നമ്മൾ അവനെ വിളിക്കുന്ന പേര്. പാരലലോഗ്രാം. എഴുതാറിഞ്ഞ മുകളിലെ പേര് എഴുതുവാണേ, പാരലലോഗ്രാം. നമ്മൾ പാരലൽ ലൈൻസ് പഠിച്ച സ്ഥിതിക്ക് അവനെ കൂടി പഠിക്കണം അല്ലെ. പാരലലോഗ്രാം അഥവാ സാമാന്തരികം എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കും. ഇവന് 3 ഫീച്ചേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സാമാന്തരികത്തെ പറ്റി 3 കാര്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ അതിന് പേര് കൊടുക്കട്ടെ. LMNO എന്ന് നമ്മൾ പേര് കൊടുത്തു. ഇവന്മാരുടെ ഓപ്പോസിറ്റ് വശങ്ങൾ ഏതൊക്കെയാണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഏതൊക്കെയാണ്? LM-ഉം അതേപോലെ തന്നെ LM-ന് ഓപ്പോസിറ്റ് എടുക്കുന്ന ആളാരാണ്? ON ആണ് അല്ലെ. LM ഈസ് പാരലൽ ടു ON. LM എന്ന് പറയുന്ന വരെയും ON എന്ന് പറയുന്ന വരെയും എന്തായിരിക്കും? പാരലൽ ലൈൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് അവന്മാര് പാരലോഗ്രാം ആയത്. അതേപോലെ തന്നെ LO എന്ന് പറയുന്ന വരെയും അതേപോലെ തന്നെ MN എന്ന് പറയുന്ന വരെയും ഓൾസോ പാരലൽ. ഓക്കെ ആണല്ലോ. ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കും. കൂടാതെ ഈ സൈഡ്സ് ഈക്വലുമായിരിക്കും. LM ഈസ് ഈക്വൽ ടു ON, അതേപോലെ തന്നെ LO ഈസ് ഈക്വൽ ടു MN. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ സൈഡ്സിന്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ആംഗിൾസിനെ പറ്റിയാണ്. ഒരു കാര്യം നമ്മൾ ഓൾറെഡി കുറച്ച് മുന്നേ നമ്മുടെ പാരലൽ ലൈൻസ് പറഞ്ഞപ്പോ പറഞ്ഞു അല്ലെ, അഡ്ജസന്റ് ആംഗിൾസിന്റെ സമ്മ് എല്ലായ്പ്പോഴും എന്തായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം. സം ഓഫ് അഡ്ജസന്റ് ആംഗിൾസ് എത്രയാണ്? സം ഓഫ് അഡ്ജസന്റ് ആംഗിൾസ് എപ്പോഴും എങ്ങനെ കൂട്ടി നോക്കിയാലും നമുക്ക് കിട്ടേണ്ടത് എത്രയാടാ? 180 ഡിഗ്രി ആണ് നമുക്ക് എപ്പോഴും കിട്ടേണ്ടത്. ഓക്കെ ആണല്ലോ. അതായത് ഇവിടെ ഇപ്പൊ ഒരു 80 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര വരും? 100 ഡിഗ്രി വരും. ഓക്കെ, ഇനി നമുക്ക് മറ്റേത് അപ്പുറത്തെ സൈഡിലെ 2 ആംഗിൾസ് ഇതേപോലെ കണക്ക് കൂട്ടാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇവന്മാരുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് പറയുന്നതാണ് നമ്മുടെ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. എതിർകോണുകൾ തുല്യം. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ഇൻ എ പാരലലോഗ്രാം. അപ്പൊ ഇവിടെ 100 ആണെങ്കിൽ മുകളിലും 100 വരും. ഇവിടെ 80 ആണെങ്കിൽ അപ്പുറത്തും 80 വരും. കിട്ടുന്നുണ്ടോ പരിപാടി? ഇതാണ് നമ്മൾ ഒരു പാരലോഗ്രാമിനെ സംബന്ധിച്ച് എക്സാമിന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പാരലോഗ്രാം ഒന്ന് വരച്ചു നോക്കാം. ഈ കൂട്ടത്തിൽ കുറച്ച് വലിപ്പമുള്ള ഒരാൾ ഈ 2ാമത്തെ ആളാണ് അല്ലെ. അപ്പൊ നമുക്ക് മെഷർമെന്റ്സ് ഒക്കെ ഒന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യാം? വരച്ചു തുടങ്ങാം. വരയ്ക്കുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ പെൻസിലും പ്രൊട്രാക്ടറും കോമ്പസും സ്കെയിലും ഒക്കെ ഉണ്ടാവണം. ഓക്കെ, എന്നാലേ നമുക്കിത് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ മെഷർമെന്റ്സ് ഒന്ന് അടയാളപ്പെടുത്താം അല്ലെ. 3 ആംഗിൾസ് കൂടി കണ്ടുപിടിക്കാറുണ്ട്. ഇവിടെ 120 ആണെങ്കിൽ സൈഡിൽ എത്ര വരൂടാ? സം ചെയ്യുമ്പോൾ 180 കിട്ടണം. അപ്പോ 180 നിന്നും നമ്മളുടെ 120 ഡിഗ്രി കുറച്ചാൽ പോരെ? ദാറ്റ് ഈസ് 60 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഇനി ഓപ്പോസിറ്റ് ആംഗിൾസ് ഇവിടെ 120 ആണെങ്കിൽ ഇവിടെയും 120, ഇവിടെ 60 ആണെങ്കിൽ ഇവിടെയും 60. ഓക്കെ ആണല്ലോ. അത് ഇങ്ങനെ ഒരു ആരോ മാർക്ക് കൂടി കൊടുത്തു. അപ്പൊ നമുക്ക് തെറ്റിപ്പോകില്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? പേരും കൂടി കൊടുക്കാം അല്ലെ. PQRS. ഇനി ഇവിടെ ഒരു 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡും 5 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടെ ഒരു 3 സെന്റിമീറ്റർ, PS എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ QR എന്ന് പറയുന്നത് എന്താണ്? 3 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നമ്മുടെ PQRS എന്ന് പറയുന്ന ആ പാരലോഗ്രാം നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ? വളരെ സിമ്പിൾ ആണ്. എല്ലാ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ എല്ലാ ടൂൾസും എന്റെ മക്കളുടെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, വരച്ചു നോക്കാം. നമുക്ക് ഇന്ന് റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, അപ്പൊ നമ്മുടെ PQRS എന്ന് പറയുന്ന പാരലോഗ്രാം നമുക്കൊന്ന് വരച്ചാലോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രൊട്രാക്ടറും വേണം, സ്കെയിലും വേണം, പെൻസിലും വേണം. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം PQ എന്ന് പറയുന്ന 5 സെന്റിമീറ്റർ നീളത്തിലെ ആ ഒരു വര വരയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ സ്കെയിൽ എടുത്ത് വയ്ക്കാം. നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ PQ 5 സെന്റിമീറ്റർ നീളത്തിൽ അങ്ങോട്ടേക്ക് വരയ്ക്കാം. ഓക്കെ ആണല്ലോ. ദേ PQ വരച്ചു. നമ്മൾ സ്കെയിൽ മാറ്റി വെച്ചിട്ട് അപ്പൊ തന്നെ പേര് അങ്ങോട്ട് അടയാളപ്പെടുത്തി പൊക്കോളൂ കേട്ടോ. PQ 5 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ. ധൃതി ഒന്നും പിടിക്കാതെ പതുക്കെ പതുക്കെ വരച്ചാൽ മതി. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് 60 ഡിഗ്രി P-യിൽ നിന്നും 120 ഡിഗ്രി Q-വിൽ നിന്നും എടുക്കണം. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ആദ്യം നമ്മൾ വരയ്ക്കുവാണ്. അത് ഏതാണ്? 60 ഡിഗ്രി നമുക്ക് ആദ്യം എടുക്കാവേ.
പിയിൽ കൊണ്ട് വെച്ചിട്ട് 60 ഡിഗ്രി എടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വര പോയിരിക്കുന്നത് പിയിൽ നിന്നും റൈറ്റ് സൈഡിലേക്കാണ് നമ്മുടെ വര പോയിരിക്കുന്നത് അല്ലെ. അപ്പൊ എപ്പോഴും റൈറ്റിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ആംഗിൾ മെഷർ ചെയ്ത് കൊടുക്കാനായിട്ട്. വരയിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റുമോ? ആംഗിൾ തെറ്റിപ്പോ. ഓക്കെ, അപ്പൊ റൈറ്റ് സൈഡിൽ നിന്നും വര എങ്ങോട്ടേക്കാണോ പോയിരിക്കുന്നത് ആ സൈഡ് പിടിച്ച് വേണം നമ്മൾ പ്രൊട്രാക്ടറിൽ അളവെടുക്കാനായിട്ട്. കൂടുതൽ ആൾക്കാരും തെറ്റിക്കുന്ന ഒരു പോർഷൻ അതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമുക്കിപ്പോ ഓൾറെഡി ഫിഗർ തന്നിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നം വരില്ല. പക്ഷെ ഫിഗർ തരാതെ നമ്മളോട് അളവ് മാത്രം തന്നിട്ട് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. ഓക്കെ, ഇതിപ്പോ നമുക്കറിയാം, ഇപ്പോ ഈ വര ഇതിനകത്ത് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത് നമുക്കറിയാം. അല്ലാത്ത പക്ഷം നമ്മൾ ഇങ്ങോട്ട് വരച്ച് വയ്ക്കും. പിടികിട്ടുന്നുണ്ടോ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. അപ്പൊ പിയിൽ നിന്ന് നമ്മൾ 60 ഡിഗ്രി വരയ്ക്കാനായിട്ട് പോവാണ്. അപ്പൊ റൈറ്റ് സൈഡിൽ നിന്നും 10, 20, 30, 40, 50 അതെ 60 ഇവിടെയാണ്. അപ്പൊ നമുക്ക് കണക്ട് ചെയ്ത് വരയ്ക്കാം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ പിയിൽ നിന്ന് നമ്മൾ കൊണ്ട് കുത്തി 60ലേക്ക് നമ്മൾ നീട്ടി അങ്ങോട്ട് വരച്ചോ. കാരണം നമുക്ക് 3 സെന്റിമീറ്റർ എടുക്കണം. ഇത് 3 സെന്റിമീറ്റർ കൂടുതൽ ഉണ്ടാകും, എന്നാലും നമ്മൾ നീട്ടി അങ്ങോട്ട് വരച്ചു. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് പ്രൊട്രാക്ടർ ഒറ്റയടിക്ക് പണി തീർക്കാം എന്നുള്ളത് കൊണ്ട് ക്യൂവിൽ കൊണ്ടുവച്ചിട്ട് 120 കൂടി വീണ്ടും എടുക്കാം കേട്ടോ. 120 ഒന്നുകൂടി എടുക്കാം. ഓക്കെ, 120യുടെ പരിപാടി നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ 120 വര പോയിരിക്കുന്നത് വീണ്ടും റൈറ്റ് സൈഡിലേക്കാണ്. അപ്പൊ നമ്മൾ റൈറ്റിൽ നിന്ന് നമ്മൾ വീണ്ടും എന്തെടുക്കുന്നു? 120 ഡിഗ്രി എടുക്കുന്നു. 120 നോക്കിക്കേ, ഇതിന്റെ ഇടയിൽ 110 കഴിഞ്ഞിട്ടാണ് 120 വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പച്ച എടുത്തു, നേരെ ക്യൂവിൽ നിന്നും എന്തിലേക്ക്? 120യിലേക്ക് നീട്ടി വരച്ചു. ഓക്കെ ആണല്ലോ? 120യിലേക്ക് നീട്ടി വരച്ചു. ഓക്കെ, കിട്ടിയല്ലോ? നമ്മളുടെ 120 ഡിഗ്രിയും 60 ഡിഗ്രിയും ഓക്കെ ആയിട്ട് കിട്ടി. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ പേര് കൊടുക്കാം. 60 ഡിഗ്രി കൊടുത്തു, അതേപോലെ തന്നെ 120 ഡിഗ്രിയും കൊടുത്തു. ഓക്കെ, ഇനി പോയിരിക്കുന്ന വരയിൽ നമുക്ക് എത്ര സെന്റിമീറ്റർ മാർക്ക് ചെയ്യണ്ടേ? 3 സെന്റിമീറ്റർ അല്ലേ. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് 3 സെന്റിമീറ്റർ ആണ് രണ്ട് വശങ്ങളിൽ നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ആര് വേണം? നമ്മുടെ സ്കെയില് വെച്ച് അളക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. കോമ്പസിൽ അളന്നെടുത്താലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സ്കെയിൽ ഉള്ളപ്പോൾ നമ്മൾ വെറുതെ കോമ്പസ് എടുത്ത് സമയം കളയണമെന്നില്ല. അങ്ങനെ ചെയ്താലും ഓക്കെയാണ്. ഓക്കെ, ശരി. നമ്മൾ ഇതേ സ്കെയില് കറക്റ്റ് അളവിൽ കൊണ്ട് വയ്ക്കാം. ഇവിടെ നിന്ന് മുകളിലോട്ട് ഒരു 3 സെന്റിമീറ്റർ എന്ത് ചെയ്യാം? അളന്നെടുക്കുക. അതെ 3 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇത്രയും വരുന്നുള്ളൂ, ചെറുതാണ് അല്ലേ. അപ്പൊ 3 സെന്റിമീറ്റർ കൊണ്ടുപോയിട്ടൊരു പോയിന്റ് മാർക്ക് ചെയ്ത് വെച്ചോ. പോയിന്റ് മാർക്ക് ചെയ്തു. യെസ്. ഇനി വീണ്ടും അടുത്ത 3 സെന്റിമീറ്റർ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും കൊടുക്കണം കേട്ടോ. 3 സെന്റിമീറ്റർ ഇപ്പുറത്തെ സൈഡിലും കൊടുത്തു. ഓക്കെ, അപ്പൊ രണ്ട് സൈഡിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അവരെ കണക്ട് ചെയ്ത് വരച്ചാൽ പോരെ? 3 സെന്റിമീറ്റർ എടുത്തു. ഇവരെ കണക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? വരയ്ക്കുന്നു. ഈ രണ്ട് പോയിന്റ്സിനെയും കണക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? വരയ്ക്കും. അപ്പൊ നമ്മളുടെ മുകളിലത്തെ വരയും നമുക്ക് കിട്ടി കേട്ടോ. മുകളിലത്തെ വരയും സ്കെയിൽ ഞാൻ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. നോക്കിക്കോളൂ, PQRഉം S നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? റബ്ബർ എടുത്തിട്ട് ഈ മുകളിലേക്ക് പോയിക്കുന്ന ആ കുനിപ്പൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മായ്ച്ചു കളയാം കേട്ടോ. അപ്പൊ സൂക്ഷിച്ച് മായ്ക്കണേ, ബാക്കിയുള്ളത് മാഞ്ഞു പോകരുത്, സൂക്ഷിച്ച് മായ്ക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ മായ്ച്ച് അടിപൊളിയാക്കി. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആംഗിൾസും അതേപോലെ തന്നെ മെഷർമെന്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് എഴുതണം കേട്ടോ. അപ്പൊ 3 സെന്റിമീറ്റർ, അതേപോലെ തന്നെ ഇവിടെയും 3 സെന്റിമീറ്റർ, മുകളില് 5 സെന്റിമീറ്റർ. ഇനി ആംഗിൾ എഴുതണം അല്ലെ. ഇവിടെ 120, അപ്പൊ ഇവിടെയും 120. വീണ്ടും നമ്മൾ 120 എന്ന് മുകളിൽ നിന്ന് വരയ്ക്കേണ്ട, മെഷർമെന്റ് എടുത്താൽ മുകളിൽ എന്തായാലും 120 കിട്ടും. ഓക്കെ, ഇവിടെ വീണ്ടും 60 ഡിഗ്രി കൊടുക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മളുടെ പാരലോഗ്രാം വരയ്ക്കാൻ അത്രയും സിമ്പിൾ ആണ്. നമ്മൾ അടിപൊളിയായിട്ട് വരയ്ക്കണം. നമ്മൾ തെറ്റിക്കരുത്. ആംഗിൾ എടുക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് വേണം ആംഗിൾ എടുക്കാനായിട്ട്. 60 എടുക്കുമ്പോഴാണെങ്കിലും 120 എടുക്കുമ്പോഴാണെങ്കിലും. ഓൾറെഡി നമുക്കൊരു പിക്ചർ ഉള്ളതുകൊണ്ട് തെറ്റിപ്പോവില്ല. പക്ഷെ ഓൾറെഡി മെഷർമെന്റ്സ് മാത്രം തന്നിട്ടാണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്റെ മക്കള് സൂക്ഷിച്ചും കണ്ടും വേണം വരയ്ക്കാനായിട്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മളുടെ ലൈൻസ് ആൻഡ് ആംഗിൾസ്, വരകളും കോണുകളും എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ട് എന്റെ മക്കൾ നോക്കാനായിട്ടുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 2x ഡിഗ്രിയുടെ ആൻസർ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം, മറക്കരുത്. കൂടാതെ നമ്മളുടെ പിക്ചേഴ്സ്, ഒരു പിക്ചറേ നമ്മൾ വരച്ചുള്ളൂ, ബാക്കിയുള്ള 3 പിക്ചേഴ്സും എന്റെ മക്കൾ കൃത്യമായിട്ട് തന്നെ വരയ്ക്കും എന്ന് എനിക്കറിയാം. എന്തായാലും നല്ലോണം പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എക്സാമിന് നല്ല മാർക്കും വാങ്ങിക്കണം കേട്ടോ. ഈ ചാപ്റ്ററിൽ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ അടിപൊളിയായിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യും. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്.